ഹായ്, എല്ലാവർക്കും കർക്കിടക മാസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് ഇന്ന് കർക്കിടക മാസം 1-ാം തീയതിയല്ലേ. രാവിലെ ഞാൻ ഏട്ടനും കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി ഭഗവാനെയൊക്കെ കണ്ടു. ഭഗവാൻ ഒരു തുളസിമാലയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് സന്തോഷമായിട്ട് തൊഴുത് ഇവിടെ വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. രാവിലെ ഇതാ എൻ്റെ സൈഡിൽ ഇരിപ്പുണ്ട് ആള്. വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി അവിടെ ചെന്ന് ഭഗവാന് ഒരു തുളസിമാലയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങൾ രാവിലെ ഓടി. മഴയായിരുന്നു, ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നു. അങ്ങനെ ഓടി ഇവിടെ വന്നിട്ട് ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊച്ചിന് ചോറ് റെഡിയാക്കി എല്ലാം. അവന് ഉണർന്ന് വന്നപ്പോഴത്തേന് ഞങ്ങൾ പോകുന്നതിന് മുന്നേ അവനെ വിളിച്ച് ഉണർത്തിയിട്ട് ഞാൻ പറഞ്ഞു വേഗം കുളിച്ച് 1-ാം തീയതി അല്ലേ അമ്പലത്തിലൊന്ന് പോയി തൊഴുതിട്ട് പോയാൽ മതി സ്കൂളിലെന്ന് പറഞ്ഞു. അങ്ങനെ ആശാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോയി. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേന് ആൾ കുളിച്ച് റെഡിയായി നിൽക്കുമായിരുന്നു. എന്നിട്ട് പോയി തൊഴുത് അങ്ങനെ ഇപ്പോൾ സ്കൂളിൽ പോയി ചോറുമൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വന്ന് പെട്ടെന്ന് എൻ്റെ അടുക്കള പരിപാടികളൊക്കെ ഒരുവിധം ഒതുക്കി. ഇപ്പോൾ ഏട്ടൻ കടയിലോട്ടൊന്ന് പോയേക്കുന്നു, ഇച്ചിരി സാധനങ്ങളും കൂടെ വാങ്ങിക്കാമെന്ന് കരുതി. അങ്ങനെ ഒരുവിധം ജോലി ഒതുക്കി. സാധനം കൊണ്ടുവരുന്ന ഒരു ഗ്യാപ്പുണ്ടല്ലോ, ആ സമയത്ത് ഇച്ചിരി നേരം നിങ്ങളുമായിട്ടൊന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ അന്ന് എനിക്കങ്ങ് തോന്നിയെന്നേ രാവിലെ കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് തോന്നി ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടതാണ്. അതിനകത്ത് ഒത്തിരിയും പേരുടെ കമൻ്റ് ഉണ്ട്. ഞാൻ നേരത്തെയൊക്കെ ആണെങ്കിലുണ്ടല്ലോ ആരെ കണ്ടാലും പുതിയതായിട്ട് പരിചയപ്പെട്ടാലും ഒക്കെ അവരോടെല്ലാം അങ്ങ് യൂട്യൂബ് ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. ഇപ്പം ഞാൻ പറയുകയല്ലോ, അറിഞ്ഞു വരുന്നവർ മതിയെന്ന് കരുതി. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ, 2000-ന് മുകളിലൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷവും അതിനു മുമ്പും നമ്മൾ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടില്ല. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയെ പറ്റി പറയാവേ ഇന്ന്. എൻ്റെ ഒരു കൂട്ടുകാരിയെ പറ്റി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്ന് എനിക്ക് അങ്ങനെ അങ്ങ് തോന്നി. അതിനൊരു ഇൻസിഡൻറ്റ് വേണമല്ലോ, എന്തെങ്കിലും ഒരു കാര്യം പറയാൻ നമുക്കൊരു കാരണം വേണമല്ലോ എന്ന് പറഞ്ഞ പോലെ ഞാനൊരു കൂട്ടുകാരിയെ പരിചയപ്പെട്ടു. അത് എൻ്റെ കൂടെ പഠിച്ചതല്ല, എൻ്റെ നാട്ടുകാരിയല്ല. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവളെന്നോട് പറഞ്ഞടി നീ അന്ന് ഞങ്ങൾ ബഹറിലായിരുന്ന സമയത്ത് ഞാൻ ചാനലൊക്കെ തുടങ്ങി, ആരും അറിയുന്നൊന്നുമില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പെയ്ഡ് പ്രൊമോഷൻ, അതായത് പൈസ കൊടുത്ത് നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതിന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അല്ലാതെ ജെന്യൂനായിട്ട് വരുന്നവർ മതി എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാനാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട്, അവൾ കുറേ കാലമായിട്ട് കാണാതിരുന്ന് കണ്ടപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നീ ഒരു കാര്യം ചെയ്യ്, ഫേസ്ബുക്കിലും ഒക്കെ ഓരോ ഗ്രൂപ്പൊക്കെ ഉണ്ടടി, അതിലൊന്ന് വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്തപ്പം അവിടെ സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്നതിൽ, അതായത് നമ്മുടെ അതേ വൈബിൽ വരുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഞങ്ങൾ തമ്മിൽ പിന്നെ പരിചയമായതാണ്. ആളിൻ്റെ പേര് ഞാൻ പറയാം. എൻ്റെ മിക്ക വീഡിയോയുടെയും താഴെ കമൻ്റ് ഇടുന്നതാണ് ഷീബ സന്തോഷ്. ആളിൻ്റെ പേര് കൊച്ചുമോളെന്നാണ് വീട്ടിൽ വിളിക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ കൊച്ചു എന്ന് വിളിക്കും. ഞങ്ങൾ തമ്മിൽ പരസ്പരം അന്ന് കണ്ടിട്ടും ഒന്നുമില്ല. പക്ഷേ മെസ്സേജിൽ കൂടെയും കമൻറ്റിൽ കൂടെയും ഒക്കെ പരിചയമായി അവസാനം ആളെനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാൻ തുടങ്ങി. ബഹറി വെച്ച് നടക്കുന്ന സംഭവം ഒരു 3-4 വർഷത്തിന് മുമ്പ് എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഞാൻ റിപ്ലൈ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കൽ എന്നോട് നമ്പർ ചോദിച്ചു, നമ്പർ കൊടുത്തു. ആൾ ഓക്കെ ആണ് എന്ന് എനിക്ക് കുറച്ച് മനസ്സിലായതിന് ശേഷം ഞാൻ അങ്ങനെ നമ്പർ കൊടുത്തതാണ്. ഞാൻ നമ്പരൊന്നും ആർക്കും കൊടുക്കാറില്ല. കൊടുത്തു. എന്നെ വീഡിയോ കോൾ വിളിച്ച് ഞങ്ങൾ കണ്ടു. അപ്പോൾ ആളിന് മുംബൈയിലാണ് താമസം. ഫാമിലി, ഒരു മോൾ ഒരു മോന്, ഹസ്ബൻഡ്, അവർ അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നതാണ്. നാട്ടിൽ മണ്ണാറശാല ചെറുതന എന്ന് പറയുന്ന സ്ഥലത്താണ് മറ്റോ ആളിൻ്റെ വീട്. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് എവിടെയോ ഒരു സോൾമേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഭയങ്കര എനിക്കും മനസ്സുകൊണ്ട് ഒരുപാട് സ്നേഹമുള്ള എൻ്റെ ഒരു കൂട്ടുകാരിയാണ്. അങ്ങനെ ഞങ്ങൾ മെസ്സേജിലും കൂടെ മാത്രം, വീഡിയോ കോളിൽ കൂടെ മാത്രം കണ്ടിട്ടുള്ളായിരുന്നു. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരുടെ
ഞങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം ആൾ എടത്തുവ പള്ളിയിലെ പെരുന്നാളിൻ്റെ സമയത്ത് അത് ഞാൻ ഇതിനകത്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഒരു ഫ്രണ്ടിനെ കൂടെ കാണാനാണ് ഞാൻ ഈ എടത്തുവ പള്ളിയിൽ വന്നതെന്നും. പക്ഷേ ആ ഫ്രണ്ട് വീഡിയോ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആളിനെ ഞാൻ കാണിക്കാത്തതെന്നും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനും ഏട്ടനും കൊച്ചും കൂടെ എടത്തുവ പള്ളിയിൽ പോയി ആളിനെ നേരിട്ട് കണ്ടു. അങ്ങനെ എനിക്ക് തോന്നുന്നു കണ്ടപ്പോൾ എന്നോട് ഭയങ്കരമായ സ്നേഹമൊക്കെ ആയിരുന്നു. ഞാനും അതുപോലെ തന്നെ അപ്പം ഇപ്പം ഈ കൂട്ടുകാരിയെ പറ്റി പറയാൻ കാരണം ആളിന് എനിക്ക് തോന്നുന്നു നമുക്ക് ചിലരുണ്ടല്ലോ നമ്മളെ വിട്ടങ്ങനെ പോകത്തില്ല. അവർക്ക് എത്ര ഇതാന്ന് പറഞ്ഞാലും നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ചിലരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോ, രാവിലത്തെ വീഡിയോ, ഞാൻ ഉറക്കം എണീറ്റ് വന്നിരിക്കുന്ന വീഡിയോ കണ്ടപ്പോഴേ അതിനകത്ത് ചേച്ചിയുടെ മുടിയെല്ലാം എന്തോ പറ്റി ചേച്ചി, മുടിയെല്ലാം കൊഴിഞ്ഞു പോയതാണോ, നെറ്റിയെല്ലാം കയറിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ആകെ ആളിന് ഭയങ്കര വിഷമമായിട്ട് കമൻ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോഴേ ഞാൻ വിചാരിച്ചു കൊച്ചുമോളുടെ കാര്യം ഒന്ന് പറയണമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് എനിക്ക് കൊച്ചുമോളെ പറ്റി കൂടുതൽ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിപ്പോൾ കൊച്ചുമോളെ പറ്റി എൻ്റെ വീട്ടിലെല്ലാവർക്കും അറിയാം കേട്ടോ. എൻ്റെ മക്കൾക്ക് അറിയാം, എൻ്റെ ഹസ്ബൻഡിന് അറിയാം, ഞങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. മൂത്ത മോനേ ഉള്ളൂ കണ്ടിട്ടില്ലാത്ത, പക്ഷെ അവനറിയാം ആളിനെ. അപ്പം അത് പറയുമ്പം എനിക്ക് എൻ്റെ ചെറുപ്പത്തിലെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയേണ്ടതായിട്ട് വരും. അതായത് എൻ്റെ കൊച്ചിലെ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ ബേബി ശാലിനി ഉണ്ടല്ലോ, സിനിമാ നടി ബേബി ശാലിനി, ഞങ്ങളൊക്കെ ഒരേ പ്രായത്തിൽ വരും. പുള്ളിക്കാരിയുടെ ആ ഒരു ചെറുപ്പത്തിലെ മാമാട്ടിക്കുട്ടിയമ്മയായിട്ട് വന്ന ഒരു കാലമുണ്ടല്ലോ, ആ സമയത്ത് തന്നെയായിരുന്നു എൻ്റെയും ചെറുപ്പ സമയം. അപ്പോൾ എൻ്റെ മുടിയും അതേ ഉണക്ക് തന്നെ മുമ്പോട്ട് ഇങ്ങനെ വെട്ടിയിട്ടിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. അയ്യോ അത് ചീകുമൊന്നും വേണ്ട, അങ്ങനെ കിടക്കും, ഭയങ്കര തിക്കായിട്ട്. ആ കൊച്ചിൻ്റെ മുടി എങ്ങനെയാണോ അതേ കണക്കായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ നാട്ടിലെ അയൽക്കാരൊക്കെ മാമാട്ടിന്ന് വിളിക്കുന്നവരുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് കേട്ടോ. പക്ഷേ എൻ്റെ പല്ലെല്ലാം ഭയങ്കര പുഴുപ്പല്ലായിരുന്നു കൊച്ചിലെ കേട്ടോ. അപ്പോൾ എന്നോട് ഓരോരുത്തർ ചോദിക്കും, മാമാട്ടി നിൻ്റെ പല്ലെന്തിയാ? അപ്പോൾ ഞാൻ പറയും ഉറക്കത്തിൽ എലി കടിച്ചതാന്നൊക്കെ ഞാൻ പട്ട് പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ മുടി അങ്ങനത്തെ മുടിയായിരുന്നു. അതങ്ങോട്ട് കഴിഞ്ഞ് എനിക്ക് വന്നൊരു 6ലും 7ലും 8ലും ഒക്കെ പഠിക്കാറായപ്പോഴത്തേന് എനിക്കൊരു ടൈഫോയിഡ് വന്നിട്ട് ഭയങ്കര കൂടുതലായി. അങ്ങനെ അത് കഴിഞ്ഞ് എൻ്റെ മുടിയെല്ലാം അങ്ങ് മുട്ടയടിച്ച് കൊഴിഞ്ഞൊക്കെ പോയിട്ട് മുട്ടയടിച്ചു. അതിനുശേഷം എനിക്കങ്ങോട്ട് മുടി കിളിച്ച് വന്നിട്ട് ഞാനൊരു 8ാം ക്ലാസ്സിൽ 9ൽ 10ലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പിടിച്ചങ്ങോട്ട് കെട്ടാൻ പറ്റത്തില്ല. അതായത് ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ ചേച്ചിമാരൊക്കെ അന്നൊക്കെ ടൂക്കായെന്ന് പറയും, ഇങ്ങനെ മുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊരുത്തിടുന്നത്. ആ മുത്തിടാനോ ഓരോരുത്തരെ കിട്ടുകൊണ്ട് പോകുന്ന കാണുമ്പോൾ എനിക്ക് കൊതിയായി ഇടാൻ. പക്ഷേ എൻ്റെ തലമുടിയിൽ ഇടാൻ പറ്റത്തില്ല. അങ്ങോട്ട് കൊരുത്ത്, ആ മുത്ത് രണ്ടും കൂടെ കൊരുത്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ടപ്പെന്ന് അതങ്ങ് പൊട്ടിപ്പോവായിരുന്നു. അതുപോലെ തന്നെ ക്ലിപ്പ് ഓരോരുത്തർ കുത്തുമ്പോൾ അന്നൊക്കെ എന്ന് വെച്ചാൽ ഈ ക്ലിപ്പൊന്നും അങ്ങനെ കിട്ടാനില്ലല്ലോ ആ ഒരു കാലഘട്ടത്തിലെ. അപ്പോൾ ഞാനാണെങ്കിൽ ക്ലിപ്പൊക്കെ തലയിലിടാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഇടാൻ പറ്റത്തില്ല. അതുപോലൊക്കെ ഇങ്ങനെ അമ്മക്കെട്ട് കെട്ടി വെക്കാനാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് വെച്ച് കൈ എടുക്കുന്നതിന് മുമ്പേ അത് അഴിഞ്ഞങ്ങ് വരും, കാരണം ഇരിക്കത്തില്ല. അതുപോലെ എനിക്ക് മുടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉണങ്ങത്തില്ലായിരുന്നു. അത്രയ്ക്ക് തിക്ക് തലമുടി. എനിക്ക് തോന്നുന്നു ആ നാട്ടിലൊരു മനുഷ്യർക്ക് ഇത്രയും മുടി ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് മുടി എന്ന് വെച്ചാൽ ഞാൻ ക്ലാസ്സിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ്സിലെ കൂടെ പഠിക്കുന്ന പിള്ളേരെല്ലാം എൻ്റെ തലമുടിയിലായിരിക്കും കൈ ഇങ്ങനെ ഷോൾഡർ കവിഞ്ഞ് ഇങ്ങനെ മുമ്പോട്ട് അങ്ങ് വരുമായിരുന്നു. അത്രയ്ക്ക് മുടിയെന്ന് വെച്ചാൽ അത്രയ്ക്ക് മുടി. പിന്നെ ഞങ്ങളുടെ കുടുംബത്ത് 2-3 അമ്മമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അച്ചമ്മയുണ്ടായിരുന്നു, പിന്നെ ഞങ്ങളുടെ ഒരു വലിയ കൊച്ചമ്മയുണ്ടായിരുന്നു, പിന്നെ വേറൊരു അമ്മയുണ്ട്. ഈ 3 പേർക്ക് തിരുപ്പന് എൻ്റെ മുടിയുടെ ഇടയ്ക്കൂന്ന് ഇങ്ങനെ മുറിച്ചിട്ട് എൻ്റെ അമ്മ കൊടുക്കുമായിരുന്നു. കാരണം ഉള്ളുണങ്ങാതെ ഭയങ്കര അങ്ങ് അത്രയും തിക്ക് തലമുടിയായിരുന്നു എൻ്റെ തലയിൽ കേട്ടോ. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഈ നാശം പിടിച്ച മുടി എനിക്ക് വേണ്ട, എനിക്ക് കെട്ടാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മേൻ്റെ അടുത്ത് പറയും, അമ്മേ എനിക്ക് കുറേ അങ്ങ് മുറിച്ച് കളാം എന്ന് വെച്ചാൽ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരുക, ഉണങ്ങത്തുമില്ല, വൈകിട്ട് തൊട്ട് കുളിക്കാനേ പറ്റത്തില്ല. ഞാൻ അങ്ങനെ ആർക്കും എനിക്ക് തോന്നുന്നു എൻ്റെ ചെറുപ്പത്തിലായിരുന്നു ഞാൻ അത്രയും മുടി കണ്ടിട്ടില്ല. ഞങ്ങളുടെ ആ നാട്ടിലെങ്ങും ആർക്കും എന്നെപ്പോലെ മുടിയും ഇല്ലായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ കല്യാണ സമയം വരെ എനിക്ക് മുടിയുണ്ട്, നല്ല മുടിയുണ്ട്. പക്ഷെ ആ ഉള്ളങ്ങ് കുറഞ്ഞു വന്നു കല്യാണ സമയമൊക്കെ ആയപ്പോൾ. എങ്കിലും എനിക്ക് നമ്മൾ അന്നൊക്കെ ഇറക്ക ബ്ലൗസല്ലേ മഞ്ജു വാര്യരുടെയൊക്കെ ആ കാലഘട്ടത്തിലെ സല്ലാപ സിനിമയിലൊക്കെ മഞ്ജു വാര്യർ ഇടുന്ന പോലത്തെ ബ്ലൗസും പാവാടയും ഒക്കെ ആയിരുന്നല്ലോ നമ്മളിടുന്നത്. അപ്പോൾ ആ ബ്ലൗസിൻ്റെ അത്രയും ഇറക്കം വരെ എൻ്റെ മുടിയുണ്ടായിരുന്നു. എൻ്റെ കല്യാണത്തിലൊക്കെ ഞാൻ ഇവിടെ വരും. അത് കഴിഞ്ഞ് എൻ്റെ മൂത്ത മോനെ പ്രസവിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ
ഭയങ്കരമായിട്ട് എനിക്ക് ആ മുടി അങ്ങ് വീണ്ടും കിളിച്ചെന്ന് പറഞ്ഞാൽ അന്നത്തേലും എനിക്കിങ്ങനെ ചന്തിക്ക് താഴെ വരെ മുടിക്ക് അങ്ങ് ഇറക്കവും വെച്ച് ഭയങ്കര ഉള്ളായിട്ട് ആ മുടി അങ്ങ് 10 ഇരട്ടിയായിട്ട് അങ്ങ് വീണ്ടും കിളിച്ച്. അപ്പം ഞങ്ങൾ ആ സമയത്തൊക്കെ ബോംബെയിലാണെന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ എനിക്കാണെങ്കിൽ ഞങ്ങൾ ഉച്ച കഴിഞ്ഞൊക്കെ ആയിരിക്കും ഞാൻ കുളിക്കുന്നതൊക്കെ. കുളിച്ചിട്ട് കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ കുഞ്ഞിനെയൊക്കെ കൊണ്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കും. അയ്യോ ഇതെന്തൊരു മുടിയാണ്, കറുപ്പ് മുടിയും ഭയങ്കര ഇങ്ങ് താഴെ വരെ. മുടിയുടെ തുമ്പൊന്ന് വെട്ടാൻ പറഞ്ഞാൽ പോലും ഈ ഏട്ടൻ വെട്ടിത്തരത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അങ്ങ് ഇരുന്നോട്ടെ എന്ന് പറയാം. അത്രയ്ക്ക് മുടിയായിരുന്നു. പിന്നെ മടഞ്ഞങ്ങോട്ടിട്ട് നല്ല കനത്തിലിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞൊക്കെ ഇവിടെ വന്ന് നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മുടിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ കുറേശ്ശെ ഊരാൻ തുടങ്ങി. അപ്പോഴും ഞാനത് കാര്യമാക്കിയില്ല. ഞങ്ങൾ നാട്ടിൽ വന്നു. പിന്നെ വീട്ടിലെ പല പല സാഹചര്യങ്ങൾ, സമ്മർദ്ദങ്ങൾ, ഏട്ടൻ ഗൾഫിൽ പോയി, അതൊക്കെ കഴിഞ്ഞ് ഞാനും മോനും നാട്ടിലൊറ്റയ്ക്കായി. മാനസികമായിട്ടൊക്കെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് പിന്നെ എനിക്കൊരു 7 വർഷത്തിന് ശേഷം കൊച്ചുമോനെ പ്രഗ്നൻ്റായി. കൊച്ചുമോനെ കൂടെ ഡെലിവറി കഴിഞ്ഞപ്പോഴും എനിക്ക് അത്യാവശ്യം നല്ല തലമുടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വീട് പണിയൊക്കെ തുടങ്ങിയപ്പം എനിക്ക് ഭയങ്കരമായ സ്ട്രെസ്സും ഈ ജോലിയുടെയും പിന്നെ ഈ ഫാമിലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാം കൂടെ വന്നപ്പോഴേ എനിക്ക് തന്നെ അങ്ങോട്ട് അത് നമുക്ക് ഒരു വല്ലാത്തൊരു മാനസിക പിരിമുറുക്കത്തിൽ കൂടെ ഒക്കെ കടന്നുപോയ ഒത്തിരി കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഉണ്ടല്ലോ പതുക്കെ തലമുടി പൊഴിഞ്ഞ് അങ്ങ് പോകാൻ തുടങ്ങി. എന്നിട്ടും നമുക്കന്നേരം ഇല്ല വീട് പണിയെ കുഞ്ഞാണെങ്കിൽ ഇങ്ങനെ പിടിച്ച് നടക്കുന്ന പരുവമായിട്ടുള്ള അവനെ എങ്ങനെയെങ്കിലും ആക്കണം. മൂത്ത ആളിൻ്റെ കാര്യം നോക്കണം. ഏട്ടനാണേലും സ്ഥലത്തില്ല, സഹായിക്കാനൊന്നും വലിയതായിട്ട് ആരുമില്ല. നമ്മൾ തന്നെ കിടന്ന് കഷ്ടപ്പെടും. അതിനിടെ മുടിയൊന്നും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാം കഴിഞ്ഞ് കയറി താമസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പതുക്കെ എൻ്റെ അന്നേരവും താമസം കഴിഞ്ഞപ്പോഴും നമുക്കിങ്ങനെ വലിയൊരു ബാധ്യത നമ്മുടെ പുറത്തങ്ങായി. ലക്ഷങ്ങളുടെ കടം വന്നു. പിന്നെ ആ കടം വീടാനുള്ള തത്രപ്പാട്, ഓട്ടം, ടെൻഷന്, എന്തായിരുന്നാലും ഭഗവാന്റെ കൃപ കൊണ്ട് കടങ്ങളൊക്കെ വീടിയെല്ലാം വന്ന് നമ്മളൊന്ന് സെറ്റിലായി പതുക്കെ ഒന്ന് നേരെ ആയപ്പോഴാണ് ഞാൻ എന്നെ തന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോഴത്തേനും ഏകദേശം മുടിയൊക്കെ നല്ല ഉണക്കം അങ്ങ് പൊഴിഞ്ഞു പോയി കഴിഞ്ഞായിരുന്നു. എനിക്ക് പൊതുവേ പണ്ട് തൊട്ടേ എനിക്ക് എണ്ണ വയ്ക്കുന്നത് അത്ര ഇഷ്ടമല്ല. ഞാൻ അഥവാ വെച്ചാൽ അപ്പോഴും തന്നെ ഞാൻ ഷാമ്പൂ ഇട്ട് കഴുകിക്കളയും. എനിക്കങ്ങനെ എണ്ണ വെച്ച് ഇതാക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. അങ്ങനെ ഞാൻ പിന്നെ ഒരു പരുവത്തിനൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചും എടുത്തുമൊക്കെ വന്നു. പക്ഷേ പിന്നെ അറിയുന്നത് ഞാനൊരു വലിയ സത്യം തിരിച്ചറിഞ്ഞു, എനിക്ക് തൈറോയിഡ് ഉണ്ടെന്നുള്ളത്. അതുകൂടെ ആയപ്പോൾ എല്ലാം ഓക്കെ ആയി. അപ്പോൾ പിന്നെ കണ്ടമാനം മുടി അങ്ങ് പൊഴിയാൻ തുടങ്ങി. ഇപ്പം ഞാൻ പിന്നെ അതിനെയൊന്നും വലിയ കാര്യമാക്കുന്നില്ല. ഞാൻ ആരോടും അങ്ങനെ പറയാറുമില്ല. എനിക്ക് പണ്ട് ഒത്തിരി മുടി ഉണ്ടായിരുന്നു, അയ്യോ എൻ്റെ മുടിയെല്ലാം പൊഴിഞ്ഞു പോയതാണെന്ന് ഞാനങ്ങനെ പറയാറില്ല. കാരണം ആ ഉണ്ടായിരുന്ന ഒരു സമയത്ത് എനിക്കത് സൂക്ഷിക്കാനോ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് അന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ആ മുടി പോയതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അറിയുന്നുണ്ട്. കാരണം അതാ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, എൻ്റെ ഈ നെറ്റി ഭാഗത്തു നിന്നാണ് എനിക്ക് ഭയങ്കരമായിട്ട് മുടി പോയേക്കുന്നത്. പക്ഷേ എനിക്ക് ബാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മുടിയുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം വോളിമൈസിങ് ചെയ്തിട്ടേക്കുക. വോളിമൈസിങ് സാധാരണ ആരും ചെയ്യത്തില്ല. അത് ചെയ്തവരുടെയൊക്കെ മുടി പൊഴിഞ്ഞ് അങ്ങ് ഭയങ്കരമായിട്ട് മുടി കണ്ടമാനം പോയിട്ടേ ഉള്ളൂ. ഭയങ്കര കെമിക്കലല്ലേ. ആ കെമിക്കലിൻ്റെ മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ മണമാണ്. അപ്പം ഞാൻ എന്ത് ചോദിച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവളാണ് എനിക്കത് ഈ വോളിമൈസിങ് ചെയ്ത് തന്നത്. അപ്പോൾ ചെയ്ത് തന്നപ്പോൾ എനിക്കൊരാഗ്രഹമായിരുന്നു കുറേ കാലം കൊണ്ട് എൻ്റെ മുടിക്ക് ഇങ്ങനെ കളറടിക്കണമെന്ന്. അങ്ങനെ കളറും ഒക്കെ അടിച്ച് ഇതാകണ്ട വോളിമൈസിങ് ഒക്കെ ചെയ്തിട്ടിരിക്കുക. ഇപ്പം അതുകൊണ്ട് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഇച്ചിരി മുടി തോന്നിക്കും. പക്ഷേ ഫ്രണ്ടിൽ എനിക്കിങ്ങനെ ഈ നെറ്റ് കയറി. ഇപ്പം ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം, ഈ കൊച്ചുമോൾ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് അയ്യോ ചേച്ചിയുടെ മുടിയെല്ലാം പോയല്ലോ. ഇത് കൊച്ചുമോളൂടെ ഉള്ളായിരുന്നു പറയാൻ. എല്ലാവരും പറയുന്ന കാര്യമാണ്, മുടിയാണ് മനുഷ്യൻ്റെ സൗന്ദര്യം നിലനിർത്തുന്നത് അല്ലേ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം മുടിയുള്ള ഒരാൾ, നമ്മൾ ഈ ഗേറ്റ് വേയുടെയൊക്കെ പരസ്യത്തിൽ കണ്ടിട്ടില്ലേ, കഷണ്ടിയുള്ള ആളിനെ മുടി അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ ആ ആളിൻ്റെ ലുക്ക്
ലുക്കിൽ തന്നെ ഭയങ്കരമായ മാറ്റം വരുത്തില്ലേ എന്ന് പറഞ്ഞ പോലെ മുടി നമ്മുടെ പോകുമ്പോൾ നമ്മുടെ ഭംഗി ഒരുപാട് അങ്ങ് കുറയും. അതേസമയം മുടി ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ്. എന്നാൽ പലർക്കും ഞാൻ കണ്ടിട്ടുള്ളത് ബാക്കിൽ മുടിയില്ല, ഫ്രണ്ടിൽ മുടി കാണും മിക്കവർക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ നെറ്റി ഭാഗത്താണ് എൻ്റെ മുടി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞിരിക്കുന്നത്. ബാക്കിൽ നോക്കുമ്പം എനിക്ക് അത്യാവശ്യം നല്ല മുടിയുണ്ട്. അപ്പോഴേ എൻ്റെ മുടിയുടെ ചരിത്രം ഇതൊക്കെയാണ്. കണ്ടില്ലേ, എല്ലാം പോയി. ഞാൻ പിന്നെ ഇപ്പം പോകുന്ന പോലെ പോകട്ടെ, പോകുന്നിടത്തോളം പോകട്ടെ എന്ന് വിചാരിക്കും. പിന്നെ ഞാൻ പറയും, ഇവിടെ എനിക്ക് ഇങ്ങനെ ക്ലിപ്പ് പോലത്തെ സാധനം കിട്ടത്തില്ലേ, നമുക്കിങ്ങനെ ഒട്ടിച്ച് വെക്കുന്നത്, അങ്ങനത്തെ വല്ല ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിലെങ്ങാനും ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എനിക്ക് ഈ സൈഡിലും ഇവിടെയൊക്കെ തലമുടി ഉണ്ടല്ലോ, ഈ ഫ്രണ്ടിൽ മാത്രം ഒരു ക്ലിപ്പ് പോലത്തെ സംഭവം വാങ്ങിച്ചു തരാനൊക്കെ ഞാനിവിടെ പറയും. എന്തോ ആയിട്ട് ഞാൻ എൻ്റെ മുടിക്കഥയും കൊണ്ട് വന്നതല്ല. വൈകുന്നേരം രാമായണമൊക്കെ വായിച്ച് ഒരു വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിക്കുന്നു. ഏട്ടൻ കടയിൽ പോയിട്ട് വന്നതാണ്, സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഞാനതൊന്ന് മേടിച്ച് വെക്കാൻ പോയതാണ്. അപ്പോഴേ കൊച്ചുമോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ചേച്ചിക്ക് എണ്ണ കാച്ചുന്നതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ചേച്ചി കുറേ റെസിപ്പിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നു വാട്സപ്പിൽ. പക്ഷേ ഒന്നും ചെയ്തിട്ടും കാര്യമില്ല. ഇങ്ങനെയാണ് എൻ്റെ മുടി. പിന്നെ പോകുന്നിടത്തോളം പോകട്ടെ. പക്ഷേ വോളിമൈസിങ് ചെയ്തിട്ടൊന്നും എൻ്റെ മുടി വലുതായിട്ടൊന്നും അങ്ങനെ പൊഴിഞ്ഞു പോയിട്ടില്ല. ഭയങ്കരമായിട്ട് നീളം വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അത് ഈയിടെ ഞങ്ങൾ വേറൊരു പാർലറിൽ ഒരാളുടെ കൂടെ കൂട്ടിന് പോയപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിക്കുക, മാഡത്തിൻ്റെ മുടി വോളിമൈസിങ് ചെയ്തതാണോ, അവർക്ക് കണ്ടാൽ അറിയാമല്ലോ. ഞാൻ പറഞ്ഞു അതെ. അന്നേരം എന്നോട് പറയാം, മാഡം പിന്നെ ഒരു കാര്യം ചെയ്യും മാഡം, ബോട്ടോക്സ് ചെയ്യേ, പിന്നെ മുടിക്ക് നല്ല കെയറൊക്കെ കിട്ടും, നല്ലതാണ്, അത് എന്നൊക്കെ അവരെൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ ഞാൻ വിചാരിച്ചു ഇപ്പം തൽക്കാലം ഇനി ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ പോകട്ടെ. ഇവിടെ എണ്ണ കാച്ചിയൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ വൈറ്റമിൻ ഇ ടാബ്ലറ്റൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാനിങ്ങനെ ഇടയ്ക്ക് എപ്പോഴേലും എണ്ണ തേക്കുന്ന സമയത്ത്, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഞാൻ എണ്ണ തേക്കാറുള്ളൂ. ആ തേക്കുന്ന സമയത്ത് ഞാൻ ഒരു ഇച്ചിരി വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് ഒരെണ്ണം പൊട്ടിച്ചതിനകത്തോട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തൊക്കെ തലയിൽ തേക്കും. എന്നിട്ട് ഞാനത് ഷാമ്പു ഇട്ട് കഴുകി കളഞ്ഞ് കണ്ടീഷണറും ഒക്കെ ഇട്ട് അപ്പോഴേ അതെല്ലാം കഴുകിക്കളയും. എനിക്ക് അങ്ങനെ തലയിൽ എണ്ണ ഇരിക്കുന്ന അത്ര ഇഷ്ടമല്ല. ഒന്നാമത് മുടിയില്ല, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എണ്ണയും കൂടെ വെച്ച് എല്ലാം കൂടെ ഇങ്ങനെ അങ്ങ് പതുങ്ങി വരുമ്പോഴേ മഹാവൃത്തികേടായിട്ട് വരുകയാണ്. ഞാൻ എണ്ണ വയ്ക്കാറില്ല. ഇവിടെ എണ്ണ കാച്ചാൻ അലോവേരയും തുളസിയും പിന്നെ എന്താ ഭൃംഗരാജ്, കയ്യോന്നിയൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഞങ്ങളുടെ അയ്യത്ത് നിൽപ്പുണ്ട്. ഒരു ആര്യവേപ്പുണ്ട്, ഇതൊക്കെ ഉണ്ട്, മൈലാഞ്ചിയുണ്ട്, എല്ലാം ഞാനിവിടെ നട്ട് വളർത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഇട്ട് എണ്ണ കാച്ചി ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമേ എണ്ണ ഉപയോഗിക്കാറുള്ളൂ. എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല എണ്ണ വയ്ക്കാൻ. അഥവാ വെച്ചാൽ ഞാനത് കഴുകി കളയുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ രാവിലെ ഒന്നാമത്തെയായിട്ട് ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല. എനിക്കിങ്ങനെ ഒരു എൻ്റെ ആ കൂട്ടുകാരി പറഞ്ഞതിന് മറുപടിയായിട്ട് അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ മുടി കൊഴിയുന്നവരാരേലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പണ്ട് മുടി ഉണ്ടായിരുന്നു എന്നിപ്പോൾ അതുകൊണ്ട് ഞാൻ ആരോടും പറയാറുമില്ല. മുടിയെല്ലാം പൊഴിഞ്ഞു പോയി. എൻ്റെ മക്കൾക്ക് 2 പേർക്കും ഹസ്ബൻഡിനും ഒക്കെ നല്ല മുടിയുണ്ട്. പക്ഷേ എനിക്ക് മാത്രമേ ഉള്ളൂ എൻ്റെ മുടി ഇങ്ങനെ കണ്ടമാനം പൊഴിഞ്ഞു പോകുന്നത്. അത് നിങ്ങൾക്കൊരു വൃത്തികേടായിട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതോ ഇങ്ങനെ തന്നെ മതിയോ, ഞാൻ മുടി വയ്ക്കണോ? വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെന്താ പറയാനുള്ളത്. അപ്പം ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. വീഡിയോ ഒരുപാട് ലെങ്ത് ആയിക്കഴിഞ്ഞാൽ ആരും കാണത്തില്ലെന്നേ, ബോറടിച്ചിട്ട്. അപ്പോൾ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്നൊരു വ്യാഴാഴ്ച ദിവസമാണ്, നല്ലൊരു ദിവസമാണ്. അപ്പോൾ ഈ കർക്കിടക മാസം എല്ലാവർക്കും നല്ല കാര്യങ്ങൾ മാത്രം നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.